ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഋഷിയും ഞാനുമായുള്ള വിവാഹത്തിലൂടെ ഈ വീടിന്റെ മരുമകളായി ശേഷിക്കുന്ന ആ 5 കൊലയാളികളോടും ഞാൻ പ്രതികാരം ചെയ്യും. എന്റെ ചേച്ചി ഗാഥ, അവളുടെ ആഭരണങ്ങൾക്ക് വേണ്ടി അവളെ തന്നെ കൊന്നുകളഞ്ഞ ഈ പാപികളോട് ഞാൻ പകരം ചോദിച്ചിരിക്കും. അതിനെനിക്ക് തുണയായി മത്സ്യറാണിയുമുണ്ട്. മത്സ്യറാണിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ മത്സ്യവംശത്തിന് ഇന്നൊരു നിലനിൽപ്പുണ്ടെങ്കിലും നമ്മുടെ കുടുംബജീവിതം തകർത്ത് തരിപ്പണമാക്കിയ നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ എന്റെ മനസാക്ഷി പോലും എന്നോട് ക്ഷമിക്കില്ല. ഇനി ഈ മെഹക്കിന്റെ കരുണയില്ലാത്ത പ്രതികാരമാണ്. ഇതേ സമയം കടലിന്റെ ആഴത്തിൽ മത്സ്യങ്ങളുടെ എല്ലാം റാണിയായ മൂടുപടം മുഖത്ത് ധരിച്ചിരിക്കുന്ന മത്സ്യകനിക മറ്റ് മത്സ്യങ്ങളോട് പറയുന്നു, നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലേക്കുള്ള വേഗത കുറയുകയാണ്. ഇന്ന് മെഹക് ഒരു കൊലയാളിയെ കൊന്നു. ഇനി അവശേഷിക്കുന്ന 5 പേരെയും ഉടൻ തന്നെ ഞാനും മെഹക്കും ചേർന്ന് കൊലപ്പെടുത്തും. നമ്മുടെ ആദ്യ ലക്ഷ്യം ആ ഗുജറാൾ കുടുംബത്തിന്റെ നാശമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും മറക്കണ്ട. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ ആദ്യ പടി നമ്മൾ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ മുഖം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. അന്ന് അങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഈ മത്സ്യറാണി എന്ന പദവി ഏറ്റെടുക്കേണ്ടതായി വന്നു. നിങ്ങൾക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്നറിയുന്ന നിങ്ങൾ തീർച്ചയായും പ്രതികരിക്കും. കാരണം ഒരിക്കലും ഗാഥയോളം മത്സ്യറാണിയാകാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് ഈ സ്ഥാനം അലങ്കരിക്കേണ്ടതായി വന്നു. ഇതേ സമയം എല്ലാം കഴിഞ്ഞ് 5 ദിവസമായിരിക്കുന്നു. മെഹക് രോഹന്റെ മരണാവസ്ഥയിൽ ഋഷിക്ക് പിന്തുണയായി നിൽക്കുന്നു എന്ന വ്യാജേനെ ഗുജറാൾ ഹൗസിൽ തന്നെയുണ്ട്. മെഹക്കിന്റെ സെർവന്റായി പ്രദയും. പ്രദ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. മെഹക് പ്രദയുടെ ചെവിയിൽ രഹസ്യമോതി. ശരി ദീപിക, ഞാൻ ഇതുപോലെ ചെയ്യാം. മത്സ്യങ്ങളുടെ എല്ലാം റാണിയാകേണ്ടിയിരുന്ന ഗാഥയെ നശിപ്പിച്ചതിന് ഇവരെല്ലാം അനുഭവിക്കണം. നീ പറഞ്ഞ പോലെ എല്ലാത്തിനും ഞാനുണ്ടാകും നിന്റെ കൂടെ, ഒരു സഹോദരിയായി. പ്രദ നേരെ പോയത് സീമയുടെ മുറിയിലേക്കാണ്. പക്ഷേ സീമ അവിടെ ഉണ്ടായിരുന്നില്ല. സീമയെ അന്വേഷിക്കാനായി ഋഷിയുടെ മുറിയിലേക്കാണ് പ്രദ രണ്ടാമതായി പോയത്. പ്രദ ആ റൂമിൽ പോകുന്നേരം ഋഷി നന്നേ കട്ടിലിരുന്ന് കരയുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന ഋഷിയെ കണ്ട് പ്രദയ്ക്കൊരൽപ്പം സഹതാപം തോന്നി. പെട്ടെന്ന് പ്രദ സ്വയം മറന്നു. ഋഷി സാ. പ്രദ ഋഷിയുടെ അരികിലേക്ക് പോയി അവനെ സമാധാനിപ്പിക്കാനായി തുടർന്നു. ഓ പ്രദ, താനെന്താ ഇവിടെ? അത് ഞാൻ സീമ മാഡത്തെ തിരക്കി വന്നതാ. അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുക. എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഒന്നുമില്ല സാർ. ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ചോദിക്കുക. സാറിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടല്ലോ സാർ. പ്രദ, തനിക്കൊരു കാര്യം അറിയാമോ? ഇന്നുവരെ ഋഷഭ് സിംഗ് ഗുജ്റാൾ എന്ന ഞാൻ കരയേണ്ട അവസ്ഥ വന്നിട്ടില്ല. എന്നാൽ ഇന്ന് എൻ്റെ അനിയൻ എന്നെ വിട്ടുപോയതോർത്ത് എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. തനിക്കറിയോ, ഒരുപാട് ശകാരിച്ചിട്ടുണ്ട് ഞാൻ അവനെ, തല്ലിയിട്ടുണ്ട്. എല്ലാം അവൻ്റെ നല്ലതിനു വേണ്ടിയാ. എന്നിട്ട് അതിനൊക്കെ വല്ല പ്രയോജനവും ഉണ്ടായോ? ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ അവനങ്ങ് പോയില്ലേ? ഋഷിയുടെ താരജാടയില്ലാത്ത പച്ച മനസ്സിന്റെ യാഥാർത്ഥ്യം പ്രദയിൽ സ്വാധീനം ചെലുത്തി. അവൾ അവനെ ആശ്വസിപ്പിക്കാനായി തുടർന്നു. സാർ, ഒരാൾ ചെയ്യുന്ന പാപങ്ങളുടെ എല്ലാം ശിക്ഷ അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടുമെന്നല്ലേ മുതിർന്നവർ പറയാറ്? അല്ലെങ്കിൽ വിധി എന്നൊക്കെയല്ലേ? മരിച്ചവരെ പറ്റി ആലോചിച്ചിട്ട് അവർ തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ സാർ. ഞാൻ കേട്ടറിഞ്ഞ ഋഷഭ് ഗുജ്റാൾ ഉറച്ച മനസ്സിന്റെ ഉടമയാണ്. എന്നിട്ടിപ്പോൾ സാർ ഒട്ടും മനസ്സ് കട്ടിയില്ലാതെ ഇങ്ങനെ പെരുമാറിയാൽ ഈ വീട്ടിലെ മറ്റുള്ളവരെയൊക്കെ ആരാ സമാധാനിപ്പിക്കുക? കാലം മാറ്റാത്ത മുറിവുകളില്ല സാർ. സാറിന്റെ എല്ലാ വിഷമവും മാറും. ഇത്രയും കേട്ട ഋഷി അവന്റെ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണീർ തുടച്ചു. പ്രദ, നീ ഒരു ജോലിക്കാരിയാണ്, പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ നിന്റെ ഉള്ളിലെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സിന് 100% ആത്മാർത്ഥതയുണ്ട്. താൻ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും പോലെയാ തന്റെ വാക്കുകൾ എന്നെ സ്പർശിച്ചത്. താൻ പറഞ്ഞത് ശരിയാ. മറ്റുള്ളവരറിയുന്ന ഋഷഭ് ഒരിക്കലും തളർന്നിട്ടില്ല. എന്നാൽ ഇന്നിതാ ഞാൻ തളർന്നിരിക്കുന്നു. ഒരുപാട് മരണങ്ങൾ മുൻപിൽ കണ്ടിട്ടുള്ളവനാ ഞാൻ. അന്നൊന്നും ഞാൻ തളർന്നിട്ടില്ല. അതെല്ലാം ആരൊക്കെയോ ആയിരുന്നു. എന്നാൽ ഇന്ന്
എനിക്കും ആ അവസ്ഥ വന്നിരിക്കുന്നു. ഋഷിയുടെ മനസ്സ് സാധാരണ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ശരി സർ, ഞാൻ പോകട്ടെ, ദീപിക മാഡം തിരക്കും. ഋഷിയെ ആശ്വസിപ്പിച്ച് പ്രദ റൂമിൽ നിന്നും പോകാൻ തുടങ്ങവേ ഋഷി അവളോട് ചോദിച്ചു, പ്രദ, തന്റെ വിവാഹം കഴിഞ്ഞതാണോ? അല്ല സർ. സാറെന്താ അങ്ങനെ ചോദിച്ചത്? തന്നെ വിവാഹം കഴിക്കുന്ന ആള് ഭാഗ്യവാനാ. ഏതൊരവസ്ഥയിലും ആണിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയത്തക്ക വിധം കാര്യങ്ങൾ മനസ്സിലാക്കി അവന്റെ കൂടെ നിൽക്കുന്നവളാണ് യഥാർത്ഥ ജീവിത പങ്കാളി. അതുകൊണ്ട് ചോദിച്ചതാ. ശരി, താൻ പോയിക്കോ. ശരി സാർ എന്ന് പറഞ്ഞ് പ്രദ ഋഷിയുടെ റൂമിൽ നിന്നും നേരെ ബാൽക്കണിയിലേക്ക് പോയി. പോകുന്ന വഴി പ്രദയുടെ മനസ്സ് മുഴുവൻ ഋഷി പറഞ്ഞ വാക്കുകളായിരുന്നു. ശരിക്കും ഋഷി സാറും കൂടി ചേർന്നാണോ മത്സ്യറാണിയെ കൊലപ്പെടുത്തിയത്? ഋഷി സാറിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എവിടെയോ ഒരു നിഷ്കളങ്കത. പെട്ടെന്ന് പ്രദ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഇല്ല, ഒരിക്കലുമല്ല. ഈ ഋഷി സാർ ഒരു കുടുംബത്തിന്റെ, മത്സ്യങ്ങളുടെ ലോകത്തിന്റെ തന്നെ വെളിച്ചം കെടുത്തിയവനാണ്. മത്സ്യറാണിയെ കൊന്നതിൽ ഋഷി സാറിന് നന്നേ പങ്കുണ്ട്. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ദീപികയോട് പറയാൻ നിൽക്കുന്നില്ല ഞാൻ. ദീപിക അറിഞ്ഞാൽ ഒരുപക്ഷെ അടിപതറിയേക്കാം. പാടില്ല. എന്റെ മനസ്സിലുണ്ടായ ഈ അടിപതറൽ ദീപികയുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒന്നും അവളോട് പറയണ്ട. മത്സ്യറാണിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചേ മതിയാകൂ. ഇതേ സമയം കൊലയാളികളിൽ ഒരാളായ വിഹാൻ ഒരു ഓഫീസറോട് ഫോണിൽ സംസാരിക്കുന്നു. സാറിന്റെ ലക്ഷ്യം ഞാൻ നിറവേറ്റും, പേടിക്കണ്ട. അവിടുത്തെ കാത്തിരിപ്പിന് വിരാമമുണ്ടാകും. ഞാൻ ഋഷിയേട്ടൻ കെട്ടാൻ പോകുന്ന മെഹക്ക് കൈയടക്കി വെച്ചിരിക്കുന്ന ആ വേലക്കാരി പെണ്ണിനെ സാറിന്റെ അടുത്ത് എത്തിക്കും. സാറാ പെണ്ണിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഹാൻ അത് നടത്തി തന്നിരിക്കും. അവൾ സാറിനുള്ളത് തന്നെയാ, സാർ അത് ഉറപ്പിച്ചോളൂ. വിഹാന്റെ സ്ഥിരം പരിപാടിയാണ് പെണ്ണ് ബിസിനസ്. അവൻ ജോലി ചെയ്യുന്ന ഓഫീസറിന് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അയാൾക്ക് കാഴ്ചവെക്കുന്നതിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് അവന്റെ അടിച്ചുപൊളി ജീവിതം. ഇത്തവണ അയാളുടെ ലക്ഷ്യം പ്രദയിലാണ്. പാർട്ടിക്ക് വന്നപ്പോഴാണ് പ്രദ അയാളുടെ കണ്ണിൽപ്പെട്ടത്. പ്രദയുടെ പിന്നാലെ തന്നെ അവളെ ഏതു നിമിഷവും തട്ടിക്കൊണ്ടു പോകാൻ വിഹാൻ തക്കം പാർത്ത് നടപ്പുണ്ട്. അങ്ങനെ പ്രദ ടെറസിലേക്ക് ക്ലീനിംഗ് ഡ്യൂട്ടിയുമായി പോകുന്ന സമയത്ത് അവളുടെ വാ പൊത്തിപ്പിടിച്ച് വിഹാൻ തന്ത്രപൂർവ്വം അവളെ ആരും കാണാതെ അവന്റെ മുതലാളി പറഞ്ഞ ഗോഡൌണിൽ എത്തിച്ചു. ഗുജറാൾ ഗ്രൂപ്പിന്റെ ഗോഡൌൺ ആയിരുന്നു അത്. എന്നെ വിട്. ഓ പിന്നെ വിടാനല്ലേ പിടിച്ചത്? ഒന്ന് പോടി, നിനക്കൊന്നും സംഭവിക്കില്ല. എന്റെ ബോസിന് വേണ്ടി നീ ഒന്ന് സമ്മതിക്ക്. ഇല്ല, എനിക്ക് പണവും പ്രതാപവും ഇല്ലെന്നേ ഉള്ളൂ. അഭിമാനം, അന്തസ് എല്ലാം ഞങ്ങൾ പാവങ്ങൾക്കുമുണ്ട്. നീ ഇനി എത്ര ശ്രമിച്ചാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. വിളിച്ചു കീറണ്ട. നീ ഇന്നൊന്ന് സഹകരിച്ചാൽ നിനക്ക് 1 മണിക്കൂർ കൊണ്ട് 50,000 രൂപ കിട്ടും. എനിക്കും അതിന് പ്രതിഫലം കിട്ടും. ഒന്ന് സഹകരിച്ചാൽ നമുക്ക് 2 പേർക്കും നല്ലതാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോഴേക്കും വിഹാന്റെ ഫോൺ ബെല്ലടിച്ചു. വിഹാൻ ഫോൺ എടുത്തു. ഹലോ സാർ, എല്ലാം ഓക്കെ. സാറിങ്ങ് വന്നാ മതി. പെണ്ണ് എല്ലാത്തിനും റെഡിയായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫോൺ കട്ടാക്കി വിഹാൻ പ്രദയോട് പറഞ്ഞു. എന്റെ ബോസ് ആരാണെന്നറിഞ്ഞാൽ നീ ശരിക്കും ഞെട്ടിപ്പോകും പ്രദ. 5 മിനിറ്റിനകം ഒരു കാർ ആ ഗോഡൌണിലേക്ക് വന്നു. പക്ഷേ ആ കാറിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു പുറത്തേക്കിറങ്ങിയത്. ഋഷഭ് സിംഗ് ഗുജറാൾ. പ്രദ ഞെട്ടി. ഋഷി സാറോ? ഓ, ഋഷി സാർ ആയിരുന്നു അല്ലേ അത്? അപ്പോ ദീപിക പറഞ്ഞത് ശരി തന്നെയാ. ഇവനൊരു ക്രൂരനാണ്, ദുഷ്ടനാണ്. പെണ്ണുങ്ങളുടെ മാനം നശിപ്പിക്കാൻ നടക്കുന്ന ഒരുവൻ തന്നെയാണ് ഈ ഋഷഭ്. ഗാദിയെ മാത്രമായിരിക്കില്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ നശിപ്പിച്ചിട്ടുണ്ടാകും. ഇവനായിരുന്നല്ലേ വിഹാന്റെ ആ ബോസ്. ഋഷിയെ കണ്ട പ്രദ അവിടെ നിന്നും പെട്ടെന്ന് ഓടാൻ തുടങ്ങി. നിമിഷ നേരത്തിനകം വിഹാന്റെയും ഋഷിയുടെയും കണ്ണിൽ നിന്നും അവൾ മറഞ്ഞു. വിഹാൻ, നീ എന്താ ഇവിടെ? ഏട്ടൻ എന്താ ഇവിടെ? അത് ഞാൻ നമ്മുടെ ഓഫീസ് തിരക്കൊക്കെയായി ബന്ധപ്പെട്ട് വന്നതാണ്. രോഹന്റെ മരണശേഷം ഇന്നിപ്പോ 5-6 ദിവസമായില്ലേ. ഇനിയും ഓഫീസിൽ വരാതിരുന്ന എങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ വരാൻ അമ്മയാണ് പറഞ്ഞത്. സോ അതാണ് ഞാൻ വന്നത്. അല്ല വിഹാൻ, നീ ഓഫീസിലേക്ക് വരാറുള്ളതല്ലോ, പിന്നിതെന്തു പറ്റി ഇങ്ങോട്ട്? വിഹാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. വിക്കലോടെ അവൻ തുടർന്നു. ഏട്ടാ അത് വല്യച്ഛൻ പറഞ്ഞിരുന്നു എന്നോട് ഗോഡൌണൊക്കെ ആകെ വൃത്തികളായി കിടക്കുകയാണെന്നും എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കണമെന്നും. അതുകൊണ്ടാ ഞാൻ പ്രദയം കൂട്ടി ഇങ്ങോട്ട് വന്നത്. അല്ല, നീ എന്തിനാ പ്രദയെ ഈ ജോലിക്ക് വിളിച്ചത്? അവൾ ദീപികയുടെ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാളല്ലേ? അതല്ല ഏട്ടാ, വീട്ടിൽ അവൾക്ക് പ്രത്യേക ജോലികളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഇതൊക്കെ എക്സ്ട്രാ കാശ് കൊടുത്ത് ചെയ്യിക്കേണ്ട ജോലിയാണ്. അത് നമുക്കറിയാവുന്ന ഒരാൾക്ക് തന്നെ കൊടുത്താൽ അതല്ലേ നല്ലത്. അതാ ഞാൻ പ്രദയെ തന്നെ വിളിച്ചത്. അവളെ നമുക്ക് അറിയാവുന്നതല്ലേ. വിഹാന്റെ തന്ത്രപരമായ മറുപടിയിൽ ഋഷിക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ വിഹാൻ, അവളെന്താ എന്നെ കണ്ടപ്പോൾ ഓടിയത്? അത് പിന്നെ ഏട്ടൻ അറിയാതെയല്ലേ ഈ ജോലിക്ക് വന്നത്.
മാത്രമല്ല ഇങ്ങനെ ഗോഡൗണൊക്കെ വൃത്തിയാക്കാൻ വന്ന് ശമ്പളം വാങ്ങുന്ന അവളുടെ അവസ്ഥ ഏട്ടൻ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൾ ഓടിയത്. ശരിയാ നീ പറഞ്ഞത് പ്രത, അവളൊരു നിഷ്കളങ്കയാ. അവൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവൾക്ക് എക്സ്ട്രാ ഒരു 1,00,000 രൂപ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. എന്താ, അവളൊരു നല്ലവളല്ലേ? കാശ് കൊടുക്കേണ്ടത് അത് അർഹിക്കുന്നവർക്കാണ്. അവളത് അർഹിക്കുന്നു. മുൻപിൽ ഇന്ന് പാർക്കിംഗ് ഏരിയ മുഴുവൻ ഫില്ലായി. അതാ ഞാൻ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. ശരി വിഹാൻ, ഞാൻ ഓഫീസിലോട്ട് പോട്ടെ. ശരി ഏട്ടാ. ഋഷി ഓഫീസിലേക്ക് കയറിപ്പോയി. ഈ ഏട്ടൻ കാരണമാ എനിക്ക് കിട്ടേണ്ടിയിരുന്ന കമ്മീഷൻ മുഴുവൻ നഷ്ടമായത്. ആ പ്രത, അവളും കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഇനി ആ പെണ്ണ് ഋഷിയേട്ടനോട് ഇതെല്ലാം പോയി പറഞ്ഞാൽ പിന്നെ തീർന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ സമയം ആ ഗോഡൌണിൽ മറ്റൊരു കാറിൽ ഒരാൾ കൂടി വന്നിറങ്ങി. പ്രതയെ മോഹിച്ച വിഹാന്റെ യഥാർത്ഥ ബോസിനെ കണ്ടതും വിഹാൻ ഒന്ന് ഞെട്ടി.